ഇത്തവണത്തെ തിരുവോണം ബമ്പർ ലോട്ടറികൾ വഴികളിൽ കണ്ടപ്പോഴാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗമായ ഈ ലോട്ടറിയെക്കുറിച്ചും അതിൻ്റെ ഉള്ളുകളികളെക്കുറിച്ചും ഒരിക്കൽ കൂടി പറയണം എന്ന് കരുതിയത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സമാധാനമായി ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുജനം പകുതി തമാശയായും പകുതി കാര്യമായും പറയുന്നത്. 2017 ഓണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഓഖി. പിന്നെ 2018 പ്രളയം, ദുരന്തം, ദുരിതം, പിരിവ്, 2019 പ്രളയം, 2020 പെട്ടിമുടി ദുരന്തം, പിന്നെ കോവിഡ്, 2021 നിപ്പ, ഇപ്പോൾ 2024 വീണ്ടും വയനാട് ദുരന്തവും. ഓരോ ദുരിതത്തിൻ്റെയും പേരിൽ ഓണാഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന സർക്കാർ പക്ഷേ ഓണം ബമ്പർ ലോട്ടറി വേണ്ടെന്ന് വെക്കാറില്ല. കാരണം ദുരന്തങ്ങളെപ്പോലും ലോട്ടറിയായി കരുതുന്ന ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് ലോട്ടറിയിലൂടെ വർഷം തോറും ലഭിക്കുന്ന 16,000 കോടി വേണ്ടെന്ന് വയ്ക്കുന്നത്? അതിൽ തന്നെ 6,000 കോടിയും പാർട്ടിക്കാരിലേക്കാണ് പോകുന്നതെന്നുള്ള വസ്തുത ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളും സമ്മതിക്കും. ഓണം ഹിന്ദുവിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണെന്ന് പറയുന്നവർ, അമിത്ഷാ വാമനമൂർത്തിക്ക് ഉത്രാട നാളിൽ ജന്മദിനാശംസ പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ മഹാബലിയെ കേരളത്തിൻ്റെ അവതാര പുരുഷനായി ആഘോഷിക്കുന്ന ഇടതുപക്ഷം ഇത്തവണ ഓണം ബമ്പറിൽ സാധാരണ കാണാറുള്ള ചുണ്ടൻ വള്ളവും കഥകളിയും അത്തപ്പൂക്കളവും പോയിട്ട് ചരിത്രപരമായ മണ്ടത്തരമാണെങ്കിലും കുടവയറൻ മഹാബലിയെപ്പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഹിന്ദു വിരുദ്ധത എത്രത്തോളമായി കഴിഞ്ഞുവെന്ന് വ്യക്തമായിരിക്കുന്നു. ഈ വീഡിയോ ചെയ്യാൻ കാരണമായത് ആ കാഴ്ചയാണ്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ലോട്ടറിയുടെ ചരിത്രത്തിലേക്കും വർത്തമാന മാഫിയാവൽക്കരണത്തിലേക്കും തട്ടിപ്പിലേക്കും തന്നെ പോകാം. ജനങ്ങളിലേക്ക് പുതിയ നികുതി അടിച്ചേൽപ്പിക്കാതെ തന്നെ അവരുടെ പോക്കറ്റിലെ പണം ഭരണകൂടത്തിലേക്ക് എത്തിക്കാനായി ഉണ്ടാക്കിയൊരു മാർഗമാണ് ഈ ലോട്ടറി ബിസിനസ് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കല്യാണം, ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകൾ നടത്തി നാട്ടിലുള്ളവരെ ക്ഷണിച്ച് ഭക്ഷണം കൊടുത്ത് പണം സ്വരൂപിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു തരത്തിൽ ക്രൗഡ് ഫണ്ടിംഗ് എന്ന് പറയാം. അവരുടെ ആ സമയത്തെ ആവശ്യങ്ങൾ നടക്കും. പിന്നീട് മറ്റുള്ളവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മളും തിരികെ കൊടുക്കും. ആർക്കും നഷ്ടമില്ലാത്ത ഒരു ക്രൗഡ് ഫണ്ടിംഗ് ആണിത്. സാധാരണക്കാർക്ക് അത് വലിയൊരു സഹായമാണ്. എന്തിന്, പണക്കാർക്ക് പോലും. അതിൻ്റെ ഉദാഹരണമാണ് 5,000 കോടി രൂപ മുടക്കി 20,000 കോടിയുടെ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയ അംബാനിയുടെ കല്യാണം വരെ. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടും. സംഭാവനകൾ കൂമ്പാരമാകുമ്പോഴല്ലേ പരിപാടികൾ ഗംഭീരമാക്കാൻ കഴിയൂ. അതുപോട്ടെ, വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയത് 1850 മദ്രാസ് ഗവർണറായിരുന്ന ചാൾസ് ട്രവലിയനായിരുന്നു. പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ ശുചീന്ദ്രം സ്ഥാണുമല ക്ഷേത്രത്തിൻ്റെ 7 നില ഗോപുരം നിർമ്മിക്കാനാണ് ആയില്യം തിരുനാൾ രാജാവ് ഇവിടെ കേരളത്തിൽ ആദ്യത്തെ ഭാഗ്യക്കുറി തുടങ്ങിയത്. 1874 ഓഗസ്റ്റിൽ തിരുവിതാംകൂറിൽ ഒരു ഉത്തരവിലൂടെ അദ്ദേഹം ലോട്ടറി സമ്പ്രദായത്തിന് തുടക്കമിട്ടു. ലാട്ടർ ചിട്ടി എന്നാണ് ആ ഉത്തരവിൽ ആ ലോട്ടറിയെ വിളിച്ചിരുന്നത്. 70,000 രൂപ സ്ഥാണുമല ക്ഷേത്രത്തിൻ്റെ ഗോപുരം നിർമ്മിക്കുന്നതിന് വേണ്ടി സംഭരിക്കുകയായിരുന്നു ആ ലാട്ടർ ചിട്ടിയുടെ ലക്ഷ്യം. ടിക്കറ്റ് വില 1 രൂപ മാത്രം. അന്നത്തെ കൊട്ടാരം വൈദ്യനും ചരിത്രകാരനുമായിരുന്ന പാച്ചുമുത്തിൻ്റെ ആശയമാണിതെന്ന് കരുതപ്പെടുന്നു. മഹാകവി വള്ളത്തോളും കലാമണ്ഡലം സ്ഥാപിക്കുന്നതിനായി ധനശേഖരണാർത്ഥം 1927 ഒരു ഭാഗ്യക്കുറി നടത്തിയതായി രേഖകളിൽ പറയുന്നുണ്ട്. പിന്നീട് ഒരുപാട് സ്വകാര്യ കമ്പനികളുടെ ലോട്ടറികൾ രാജ്യത്തുണ്ടായിരുന്നു. സ്വകാര്യ കമ്പനികളുടെ ലോട്ടറികൾ പൂർണ്ണമായും നിരോധിച്ചതിന് ശേഷം ഒരു സംസ്ഥാനം നേരിട്ട് തുടങ്ങിയ ആദ്യത്തെ ലോട്ടറി ബിസിനസ് കേരളത്തിൻ്റെതാണ്. 1967 രണ്ടാം EMS മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന PK കുഞ്ഞുസാഹിബാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറിയുടെ പിതാവ്. അദ്ദേഹത്തിന് ഒരു ലോട്ടറി നടത്തിയുണ്ടായിരുന്ന അനുഭവ പരിചയമാണ് അദ്ദേഹം ധനകാര്യമന്ത്രിയായപ്പോൾ ഈ ചിന്തയിലേക്ക് എത്തിച്ചത്. MSM കോളേജിൻ്റെ ധനശേഖരണാർത്ഥം 1967 ജൂലൈയിൽ നടത്തിയ ഈ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം 20,000 രൂപ അല്ലെങ്കിൽ അംബാസഡർ കാറായിരുന്നു. 1 രൂപയായിരുന്നു ആ ടിക്കറ്റിൻ്റെയും വില. കായംകുളത്ത് മാത്രമല്ല കൊച്ചി വരെ ആ ടിക്കറ്റ് വിറ്റതായി പറയപ്പെടുന്നു. ആദ്യകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന് ഒരു നികുതി ഇതര വരുമാന മാർഗം, കുറച്ചു പേർക്ക് ജോലി, ഈ ചിന്താഗതിയിലാണ് PK കുഞ്ഞുസാഹിബ് ലോട്ടറി ബിസിനസ് തുടങ്ങുന്നത്. 1967 സെപ്റ്റംബറിൽ ലോട്ടറി വകുപ്പ് തുടങ്ങി. PK സയ്യിദ് മുഹമ്മദ് ആയിരുന്നു ആദ്യത്തെ ലോട്ടറി ഡയറക്ടർ. കേരളത്തിലെ ആദ്യത്തെ ലോട്ടറി ടിക്കറ്റിൻ്റെ വിൽപ്പന തുടങ്ങിയത് 1967 നവംബർ 1 കേരള പിറവി ദിനത്തിലായിരുന്നു. 1968 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു ആ ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ്. കേരളത്തിലെ ലോട്ടറിക്ക് പ്രത്യേകിച്ച് ഒരു പേരില്ലായിരുന്നു. ഇതിനൊരു മാറ്റം വന്ന് ആദ്യമായി കേരള ലോട്ടറിക്ക് പേരിട്ടത് 1991 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ വന്ന ലോട്ടറി മുതലായിരുന്നു. കൈരളി എന്നായിരുന്നു പേര്. 1967 PK കുഞ്ഞുസാഹിബ് തുടങ്ങിയ ആദ്യത്തെ ടിക്കറ്റിൻ്റെ വില 1 രൂപയും ഒന്നാം സമ്മാനം 50,000 രൂപയുമായിരുന്നു. അതാണ് ഇന്നത്തെ 500 രൂപ വിലയുള്ള ടിക്കറ്റും 25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ഓണം ബമ്പർ വരെ വളർന്നിരിക്കുന്നത്. 1967 ഒന്നാമത്തെ ലോട്ടറിയിലൂടെ കേരള സർക്കാരിന് ആകെ ലഭിച്ച വരുമാനം 20 ലക്ഷം രൂപയും അതിൽ സർക്കാരിൻ്റെ ലാഭം 14 ലക്ഷം രൂപയുമായിരുന്നു.
എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് ആകെ വരുമാനം 12,479 കോടി രൂപയും 1,800 കോടി രൂപ സർക്കാരിന് ലാഭവുമായിരുന്നു. അതായത് ജനങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങൾ നിറച്ച് പോക്കറ്റിൽ നിന്ന് ഊറ്റിക്കൊണ്ടുപോകുന്ന പണത്തിൽ സർക്കാരിൻ്റെ ലാഭം വെറും 1,600 കോടി രൂപ മാത്രമാണ്. ബാക്കിയെല്ലാം ചെലവായി പോവുകയാണ്, സമ്മാനങ്ങളായും ഏജൻറ് കമ്മീഷനായും അച്ചടി ചെലവുകളായും. ഇതിൽ കൂടുതൽ പണവും പോകുന്നത് പാർട്ടി അണികളുടെ പോക്കറ്റിലേക്കാണ്. തിരുവനന്തപുരം വികാസ് ഭവനിൽ 500-ലധികം ലോട്ടറി ജീവനക്കാരും 14 ജില്ലാ ഓഫീസുകളും 21 സബ് ലോട്ടറി ഓഫീസുകളും എറണാകുളത്ത് ഒരു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റും 2021 കണക്ക് മാത്രമനുസരിച്ച് ലോട്ടറി വകുപ്പിന് കീഴിലുണ്ട്. കോഴിക്കോടാണെങ്കിൽ ഈ ലോട്ടറി വകുപ്പിൻ്റെ ഒരു ഓഡിറ്റ് ഓഫീസുമുണ്ട്. ഈ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഒപ്പം പ്രധാനപ്പെട്ട ഏജൻസികളും കൈകാര്യം ചെയ്യുന്നത് അതാത് കാലത്തെ ഭരണ പാർട്ടിയുടെ അണികളായിരിക്കും. ഏറ്റവും പുതിയ കണക്കിൽ ഓരോ ദിവസവും 1,08,00,000 ടിക്കറ്റുകളാണ് കേരളത്തിൽ വിൽക്കുന്നത്. 365 ദിവസം 394 കോടി ടിക്കറ്റുകൾ. 6 ദിവസം ടിക്കറ്റിന് 40 രൂപയും ഒരു ദിവസം ടിക്കറ്റിന് 50 രൂപയുമാണ് വില. ടിക്കറ്റ് വില 40 രൂപ എന്ന് മാത്രം കണക്കാക്കിയാൽ പോലും ഒരു വർഷം 16,000 കോടി രൂപയുടെ ടിക്കറ്റാണ് കേരളത്തിൽ വിൽക്കപ്പെടുന്നത്. അതുകൂടാതെയാണ് 300 മുതൽ 500 രൂപ വരെ വില വരുന്ന 6 ബമ്പർ ടിക്കറ്റുകൾ കൂടി കേരളത്തിൽ ഇതിനിടയിൽ വിൽക്കുന്നത്. അവയും വിൽക്കുന്നത് 6.5 കോടി ടിക്കറ്റുകളാണ്. ശരാശരി 400 രൂപ ടിക്കറ്റ് കണക്കാക്കിയാൽ അങ്ങനെയും കേരളത്തിൽ ഒരു വർഷം വിൽക്കുന്നത് 3,000 കോടി രൂപയുടെ ടിക്കറ്റാണ്. അതായത് 3.5 കോടി മലയാളികൾ ഒരു വർഷം എടുക്കുന്ന ടിക്കറ്റുകൾ 400 കോടിക്ക് മേലെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 19,000 കോടി രൂപയാണ് നേരിട്ട് സർക്കാരിലേക്ക് ലോട്ടറി വഴി മാത്രം പോകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ 90% ടിക്കറ്റുകളും വാങ്ങുന്നത് കേരളത്തിലെ സാധാരണക്കാരാണ്, പണക്കാരല്ല. എന്നാൽ 3.5 കോടി മലയാളികളിൽ 50% പേരും ഒരു തവണ പോലും ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുള്ളവരല്ല. ടിക്കറ്റ് എടുക്കുന്നവരിൽ പകുതി പേരും വല്ലപ്പോഴും ലോട്ടറി എടുത്ത് പോകുന്ന ആളുകൾ മാത്രമാണ്. അതായത് ഏതാണ്ട് 1.5 കോടി മലയാളികളാണ് ഒരു വർഷം 400 കോടി ടിക്കറ്റുകൾ എടുക്കുന്നത്. എടുത്ത് അവസാനിപ്പിക്കുകയല്ല, അടുത്ത വർഷങ്ങളിൽ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന സാധാരണക്കാരിൽ ഭൂരിഭാഗവും എന്നും ഒന്നിലധികം ടിക്കറ്റ് എടുക്കുന്നവരാണ് എന്നർത്ഥം. ലോട്ടറിയിൽ മാത്രം പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന അഡിക്ഷൻ ഉള്ളവരാണ് കേരളത്തിലെ ഏതാണ്ട് 70 ലക്ഷം മലയാളികൾ എന്ന് കണക്ക് കൂട്ടിയാൽ സർക്കാരിന് ലഭിക്കുന്ന 19,000 കോടി രൂപയിൽ കുറഞ്ഞത് 15,000 കോടി രൂപയും നൽകുന്നത് കേരളത്തിലെ 70 ലക്ഷം ലോട്ടറിക്ക് അടിമപ്പെട്ടു പോയ പാവപ്പെട്ടവരാണ്. അതേ ആളുകളിൽ ഭൂരിഭാഗവും കേരള സർക്കാരിൻ്റെ ബിവറേജസ് ക്യൂവിൽ നിൽക്കുന്നവരാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിൽ സമ്മാനവും കമ്മീഷനുമായി ഏതാണ്ട് 9,000 കോടി രൂപ സർക്കാരിന് ചെലവാകുമ്പോൾ ബാക്കി തുകയുടെ ഭൂരിഭാഗവും അച്ചടി ചെലവുകളുടെ കണക്കിൽ വായുവിൽ എഴുതിക്കൂട്ടി ബാലൻസ് ചെയ്യുകയാണ് കേരളം ഭരിക്കുന്നവർ കാലാകാലം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ മാത്രം സമ്മാനം ലഭിച്ചിട്ടും വാങ്ങാൻ വരാത്തതായി സർക്കാരിലേക്ക് പോകുന്നത് 1,000-ലധികം കോടി രൂപയാണെന്നാണ് വിവരാവകാശ പ്രകാരം ലഭിക്കുന്ന രേഖകൾ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഈ ഭാഗ്യത്തിൻ്റെ കടാക്ഷത്തെ ആശ്രയിച്ച് സ്വപ്നം വിൽക്കുന്ന 1 കോടി ടിക്കറ്റിൽ പരമാവധി 10 പേർക്കാണ് പറയാൻ പറ്റുന്ന ഒരു തുക സമ്മാനമായി ലഭിക്കുന്നത്. അതായത് 10 ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം. എന്നാൽ ദിവസവും ടിക്കറ്റ് എടുക്കുന്ന ലോട്ടറി അഡിക്ഷനുള്ള ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത് 1ാം സമ്മാനം ലഭിക്കും എന്ന പ്രതീക്ഷയിലല്ല. അവരുടെ ലക്ഷ്യം അവസാനത്തെ 4 അക്കം കൊണ്ട് ലഭിക്കാവുന്ന 5,000 രൂപയിലാണ്. എന്നാൽ അതിലാണ് കേരള സർക്കാർ തോമസ് ഐസക് ധനമന്ത്രിയായ കാലം മുതൽ തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങളെ വെറും അടിമക്കഴുതുകളായി മാത്രം കണക്കാക്കുന്ന ഒരു ഭരണകൂടം 5,000 രൂപയുടെ സമ്മാനങ്ങൾ കുറച്ചുകൊണ്ട് ടിക്കറ്റ് വിലയോ 500 രൂപയോ ലഭിക്കുന്ന സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ 500 രൂപയും ടിക്കറ്റിൻ്റെ വിലയും ലഭിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അവർ വീണ്ടും അടുത്ത ടിക്കറ്റ് എടുക്കുന്നു. അതേ പണം വീണ്ടും സർക്കാരിലേക്ക് എത്തുന്നു. അതായത് ഉത്സവപ്പറമ്പിലെ മുച്ചീട്ടുകളിക്കാരനേക്കാൾ തരം താഴ്ന്ന നിലവാരത്തിലാണ് കേരളം ഭരിക്കുന്നവർ ലോട്ടറി മേഖല കൈകാര്യം ചെയ്യുന്നത് എന്നർത്ഥം. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ KM മാണി ധനമന്ത്രിയായിരുന്ന കാലത്തെ സമ്മാന ഘടന കൂടി നിങ്ങൾ നോക്കണം. KM മാണി ധനമന്ത്രിയായിരുന്ന കാലത്ത് ഓണം ബമ്പർ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ 2014 ഓണം ബമ്പർ ഉദാഹരണമാക്കി പറയാം. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന 5,000 രൂപയും 2,000 രൂപയും 10,000 രൂപയും ഒക്കെ ഇന്നത്തെ സർക്കാരിൻ്റെ കാലത്ത് എണ്ണത്തിൽ കുറവാണ് താനും. പക്ഷേ 2014 ഓണക്കാലത്ത് 5 സീരീസുകളായി വെറും 45 ലക്ഷം ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റത്. ടിക്കറ്റ് വിലയാകട്ടെ 200 രൂപ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് 2024 വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 90 ലക്ഷം ടിക്കറ്റാണ്. ടിക്കറ്റ് വില 500 രൂപയും. പക്ഷേ ജനങ്ങളെ ഈ മായാലോകത്തേക്ക് ആകർഷിക്കാൻ 1ാം സമ്മാനത്തിൻ്റെ തുക ഭീകരമായി ഉയർത്തുകയും ചെയ്തു. ദിവസേനയുള്ളൊരു ലോട്ടറി ഉദാഹരണമായി നമുക്ക് നോക്കിയാൽ വിൻ വിൻ എന്ന ലോട്ടറി ടിക്കറ്റ് എടുത്ത് നോക്കിയാൽ 2014 KM മാണിയുടെ കാലത്ത് 1ാം സമ്മാനം 65 ലക്ഷം രൂപ ഒരാൾക്കായിരുന്നെങ്കിൽ 2024 1ാം സമ്മാനം 75 ലക്ഷം രൂപയാണ് ഒരാൾക്ക്. എന്നാൽ 4ാം സമ്മാനമായി
2014 70 പേർക്ക് 10,000 രൂപ ഉണ്ടായിരുന്നു. എന്നാൽ 10,000 രൂപ എന്ന സമ്മാനം തോമസ് ഐസക് വന്നതിന് ശേഷം ഇല്ല. 5ാം സമ്മാനമായി 16,200 പേർക്ക് 5,000 രൂപയാണ് കെ എം മാണിയുടെ കാലത്ത് 2014 ലഭിച്ചിരുന്നതെങ്കിൽ 2017 മുതലുള്ള തോമസ് ഐസക്കിൻ്റെ കാലം മുതൽ 19,000 പേർക്കാണ് 5,000 രൂപ ലഭിക്കുന്നത്. അതിനുശേഷം 2,000 രൂപ ലഭിക്കുന്നത് 10,800 പേർക്ക്. പക്ഷേ വിൽക്കുന്ന ടിക്കറ്റ് 1,08,00,000 1000 മുതൽ 10,000 രൂപ വരെ 2014 ദിവസവും 40,037 പേർക്ക് ലഭിക്കുമായിരുന്നെങ്കിൽ 2024 അത് 30,000 പേർക്ക് മാത്രമാണ്. അന്നത്തെ വിലയുടെ മൂല്യവും ഇന്നത്തെ മൂല്യവും താരതമ്യം ചെയ്താൽ ടിക്കറ്റ് വിലയും കൂടുതലാണ്, വിൽക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം ഇരട്ടിയുമാണ്. സമ്മാനത്തുകയും കുറവാണ്, ലഭിക്കുന്നവരുടെ എണ്ണവും കുറവാണ്. പക്ഷേ വീണ്ടും ടിക്കറ്റ് എടുപ്പിക്കാൻ തോന്നിപ്പിക്കുന്ന അവസാനത്തെ 100 രൂപ 500 രൂപ സമ്മാനങ്ങളുടെ എണ്ണം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. തോമസ് ഐസക് വന്നതിന് ശേഷം ഇതാണ് ഇവരുടെ മുച്ചീട്ട് കളി ധനതത്വശാസ്ത്രം. ധൂമം സിനിമയിൽ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രത്തോട് സിഗരറ്റ് കമ്പനി മുതലാളി പറയുന്ന അതേ തന്ത്രം സാധാരണക്കാരൻ്റെ പോക്കറ്റിലിരിക്കുന്ന 40 രൂപ വീതം കൈക്കലാക്കാനുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ് ഈ ലോട്ടറി നടത്തിപ്പ്. എന്നാൽ സിഗരറ്റ് കവറിന് പുറത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു ബോധവൽക്കരണമെങ്കിലും ഉണ്ടെങ്കിൽ ലോട്ടറി ഓരോരുത്തരെയും പുതുതായി കൂടുതൽ എടുപ്പിക്കാൻ മോഹിപ്പിക്കുന്ന പരസ്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 13 സംസ്ഥാനങ്ങൾ മാത്രമാണ് മനുഷ്യൻ്റെ സ്വപ്നം വിറ്റുള്ള ഈ ചൂതാട്ടം നടത്തുന്നത്. നിലവിൽ കേരളം, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, സിക്കിം, നാഗാലാൻഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ പഞ്ചാബ്, പശ്ചിമബംഗാൾ, മധ്യപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, കേരളം എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. അവരിൽ തന്നെ മഹാരാഷ്ട്ര ഒഴികെയുള്ള സംസ്ഥാനങ്ങളെല്ലാം പാപ്പരാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടത് തന്നെയാണ്. കാരണം വിൽക്കുന്നവനും വാങ്ങുന്നവനും കണ്ണീരൊഴുക്കുന്ന ഈ ചൂതുകളിയിൽ ശരിക്കും ലോട്ടറി അടിക്കുന്നത് അതാത് ഭരണ പാർട്ടിക്ക് മാത്രമാണ്. ആ സംസ്ഥാനം പോലും പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ലോട്ടറി ബിസിനസ് നടത്തുന്ന മറ്റ് 12 സംസ്ഥാനങ്ങളും വളരെ ചെറിയ ടിക്കറ്റ് വിലയും ചെറിയ സമ്മാനങ്ങളുമായാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. എന്നാൽ കേരളം ഓരോ ബജറ്റിലും ഈ ഭാഗ്യമെന്ന സ്വപ്നം വിറ്റ് സ്വന്തം പ്രജകളെ വഞ്ചിക്കുകയാണ്. സർക്കാരിനും വലിയ ലോട്ടറി ഏജൻറ്റുമാർക്കും ഈ പരിപാടി നല്ല ലാഭമാണെങ്കിലും കേരള ഭാഗ്യക്കുറി വിൽക്കുന്നവരും ചെറിയ ഏജൻറ്റുമാരും നിർഭാഗ്യത്തിൻ്റെ നെടുങ്കയത്തിലാണ് ഇന്നും കഴിയുന്നത്. അംഗപരിമിതർ, രോഗികൾ, സ്ത്രീകൾ തുടങ്ങി ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് പേർക്ക് ജീവിതമാർഗം കാട്ടിക്കൊടുക്കാൻ ലോട്ടറിക്കായി എന്ന സത്യം നിലനിൽക്കുമ്പോൾ തന്നെ അവരെ കൈപിടിച്ച് സ്ഥായിയായി നിലനിർത്താൻ ഇപ്പോഴും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഇന്ന് കേരളത്തിൽ ഉദ്ദേശം 55,000 ഏജൻറ്റുമാരുണ്ട്. അതിൽ കുറച്ചുപേരൊക്കെ നിഷ്ക്രിയരാണ്. ഇവയിലെല്ലാം കൂടി ഏതാണ്ട് 2 ലക്ഷത്തോളം ഭാഗ്യക്കുറി വിൽപ്പനക്കാരുണ്ട്. ഇതൊക്കെയാണെങ്കിലും സമൂഹത്തിൻ്റെ പൊതുവായ അംഗീകാരവും മാന്യതയും ഈ തൊഴിലിന് ഒരിക്കലും ലഭിക്കില്ല. പൊതുജനങ്ങളിൽ പലരും അവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി ദയ കൊണ്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നാണ് കാണുന്നത്. പലപ്പോഴും ഇത് ഭിക്ഷ കൊടുക്കുന്നതിന് തുല്യമായാണ് അവർ പരിഗണിക്കുന്നത്. മുൻപ് കെ എം മാണി കാരുണ്യ ലോട്ടറി നടത്തി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കാരുണ്യ ചികിത്സാ സഹായ പദ്ധതികൾക്കായി ചെലവഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതുമില്ലെന്ന് പ്രശസ്ത ധനകാര്യ യൂട്യൂബർ ഷാരിഖ് ഷംസുദ്ദീൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് കൂടി നിങ്ങൾ കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും കേരള ലോട്ടറി വകുപ്പിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു എത്ര പൈസയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നതെന്ന്. അപ്പൊ അവിടെ കുറച്ചൊരു എന്താ പറയുക മിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് കിട്ടിയത്. അവർ പറഞ്ഞത് ലോട്ടറിയിൽ നിന്ന് വിറ്റുവരുന്ന പൈസയുമെല്ലാം ട്രഷറിയിൽ ഉണ്ടാകും. ട്രഷറിയിൽ കിടക്കുന്ന പൈസ ഗവൺമെന്റിന് ആവശ്യമുണ്ടെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എടുക്കാമെന്നാണ്. ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും വരുന്നതിന്റെ ഒരു X% മേ ബി ഒരു 5% ടോട്ടൽ റവന്യൂന്റെയോ പ്രോഫിറ്റിന്റെയോ 5-10 അല്ലെങ്കിൽ വോട്ടെവർ ഒരു X% എന്തായാലും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കും, അതിനായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ഫോൺ വിളിയിൽ നിന്ന് മനസ്സിലായത്. എന്നാൽ കേരളത്തിൽ ഇതേ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾ തന്നെ പറയുന്നത് കുറഞ്ഞത് 15-20 ലക്ഷം ടിക്കറ്റുകളെങ്കിലും ഓരോ ദിവസവും ചില ലോബികൾ വഴി ലോട്ടറി വിൽപ്പനയ്ക്ക് നിരോധനമുള്ള തമിഴ്നാട്ടിലും മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലും വിൽക്കുന്നുവെന്നാണ്. ഇതുകൂടാതെയാണ് കേരള ഗവൺമെൻറ് ഇറക്കുന്ന അതേ ലോട്ടറി നമ്പറുകൾ ഓൺലൈനിൽ വിറ്റ് തട്ടിപ്പ് നടത്തുന്ന മറ്റൊരു സംഘം കൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്നതായി മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് കൂടി ഒന്ന് കാണൂ. കേരള സർക്കാരിൻ്റെ ചിഹ്നമടക്കം വെച്ചുകൊണ്ടുള്ള ആപ്പുകളുണ്ട്. ഈ ആപ്പുകൾ പ്രധാനമായും 1-2 ആപ്പുകളാണ്. ഈ ആപ്പുകളിലൂടെയാണ് സജീവമായി ഇത്തരത്തിൽ നമ്മൾ ഈ 3 വാർത്തകളിലൂടെ കണ്ട തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗ്യക്കുറികൾ, അതായത് ബമ്പർ അടക്കമുള്ള ലോട്ടറികൾ, പ്രതിദിന ലോട്ടറികളെല്ലാം നറുക്കെടുത്ത് സർക്കാരിൻ്റെ നറുക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സമ്മാനം കൊടുക്കുന്നു എന്നതാണ്. അപ്പോൾ കേരള സർക്കാരിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. കാശ് നഷ്ടപ്പെടുന്നത് ലോട്ടറി വിൽപ്പന നടത്തിയ ആളുകളുടെ ആണെങ്കിലും ലോട്ടറി എടുക്കുന്നവൻ്റെ ആണെങ്കിലും വീണ്ടും അവർ ലോട്ടറി വിൽക്കുകയും എടുക്കുകയും ചെയ്യും എന്നവർക്കറിയാം. അത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും കേരളം ഭരിക്കുന്നവർക്കറിയാം.
മദ്യം വിറ്റും ലോട്ടറി വിറ്റും സ്വന്തം ജനങ്ങളെ നശിപ്പിച്ച് കീശ ഉറപ്പിക്കുന്ന ഒരു ഭരണകൂടം ലോകത്ത് ഈ പ്രബുദ്ധ നാടായ ദൈവത്തിൻ്റെ കേരളത്തിൽ മാത്രമായിരിക്കുമുള്ളത്. ഭാഗ്യം പ്രതീക്ഷിച്ച് ലോട്ടറി എടുത്തോളൂ, പക്ഷേ 1000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് ആഴ്ചയിൽ ഒരെണ്ണം, വല്ലപ്പോഴും ഒരു ബമ്പർ, അതിൽ അവസാനിപ്പിക്കണം നിങ്ങളുടെ ഈ ഭാഗ്യാന്വേഷണം. അല്ലാതെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാർന്നു തിന്നുന്ന ലോട്ടറി ലഹരിയാക്കി മാറ്റിയാൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ഈ രാജ്യത്തെ സർക്കാരിനും സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിക്കും മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ട ലോട്ടറി ഏജന്റുമാർക്കോ ലോട്ടറി വിൽക്കുന്നവർക്കോ പോലും ഇതിൽ നിന്ന് ഒരു നേട്ടവും ലഭിക്കുന്നില്ല.